ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ട്രോമ ആയിരിക്കാം. എന്തായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ഒരു ജന്മത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൈല് ഇതാണ്, ടർക്കോയിസ് എന്ന് പറയുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഫസ്റ്റ് പൈല്. സെക്കൻഡ് പൈല് സൺസ്റ്റോൺ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേസ്ലെറ്റ് നിങ്ങളുടെ പൈലായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് പാസ്റ്റ് ലൈഫ് റീഡിങ്. അപ്പോൾ എനിക്ക് ആഗ്രഹമാണ് എൻ്റെ പാസ്റ്റ് ലൈഫ് കാണാനും എനിക്ക് മറ്റുള്ളവരുടെ പാസ്റ്റ് ലൈഫ് പറഞ്ഞു കൊടുക്കാനും ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആകാശിക് റെക്കോർഡ് റീഡിങ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ടാരോ അല്ലാതെ ആകാശയിൽ പോയി മെഡിറ്റേഷനിലൂടെ ആകാശിക് റെക്കോർഡ് റീഡിങ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതിനുള്ള സമയം കുറവാണ്. അപ്പം ഇത് അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഇത് കിട്ടാറുണ്ട്. ഒരു അല്പം പോലും വ്യത്യാസമില്ലാതെ. കാരണം ഈ പേഴ്സണൽ റീഡിങ്ങിൽ എടുക്കുന്ന ആൾക്കാരെല്ലാവരും അത് അവരത്രയും ഇൻട്രസ്റ്റിൽ ആണ് എന്നോട് സംസാരിക്കാറുള്ളത്. അവർ അത്രയും സന്തോഷത്തിലാണ് ഓരോ റീഡിങ്സ് കഴിയുമ്പോൾ. അപ്പം എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ടാരോ റീഡിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പാസ്റ്റ് ലൈഫ് നോക്കി കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് പൈലാണ് ടർക്കോയിസ്, സെക്കൻഡ് പൈല് സൺസ്റ്റോൺ. ഇതിൽ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മം. ഒരു ജന്മത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാട്ടാ. നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങൾ ഉണ്ടായിരുന്നു. അബാണ്ടൻറ്റ് എൽഡർ ആയിരുന്നു. അങ്ങനെ ആ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ടാരോയും കൂടെ നോക്കാം. ഉപേക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ. അപ്പോൾ അതിൽ ചാരിയട്ട്, ക്യൂൻ ഓഫ് സോൾസ്, മജീഷ്യൻ. ഇത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫാണിത്. ചാരിയട്ടും ക്യൂൻ ഓഫ് സോൾസും മജീഷ്യനും പ്രസൻറ്റ് ലൈഫാണ്. ഇനി നിങ്ങളുടെ ഈ ലൈഫിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂൺ കാർഡ്, 8 ഓഫ് കപ്പ്, ത്രീ ഓഫ് പെൻഡക്കിൾ. ഇനി നമുക്കൊരു സൊല്യൂഷൻ എടുക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇത് 2 കാർഡുകൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കാം. ഹയറഫൻ്റാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കിട്ടിയ കാർഡ് അബാണ്ടൻറ്റ് എൽഡറാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്ന, മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള പരിചരണമൊക്കെ അതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരെയും നോക്കുകയും നല്ലതായിട്ട് സംരക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതായത് ഒരു ഗുരുവിനെ പോലെ ഒരാളോ, ഇത് എൽഡർ എന്ന് പറയുന്നൊരു കാര്യം വന്നതുകൊണ്ട് തന്നെ ഇതൊരു മുതിർന്ന ഒരാൾ, മറ്റുള്ളവരാൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു വളരെ മറ്റുള്ളവർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആളാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ
അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതായത് നിങ്ങൾ വയസ്സായ സമയത്ത് നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും മറ്റെല്ലാവരും മറന്നുപോയി. അവരെന്ത് ചെയ്തു? അവർ നിങ്ങളെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിങ്ങളെ ആക്കി എന്നാണ് കാണുന്നത്. നിങ്ങളെ ആരും നോക്കിയില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു നിങ്ങൾ വയസ്സായ സമയത്ത്. നിങ്ങളുടെ നല്ല കാലം മുഴുവൻ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട്, പക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ സമയമായപ്പോൾ, നിങ്ങളെ നോക്കേണ്ട സമയമായപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു, നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളെ ഓൾഡ് ഏജ് ഹോമിലാക്കി എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ഏറ്റവും ഒരു ട്രോമയാണത്. കഴിഞ്ഞ ജന്മത്തിലെ ട്രോമയാണത്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലെ കാർഡ്സ് നമ്മൾ നോക്കിയപ്പം ചാരിയറ്റ്, ക്യൂർ ഓഫ് സോർട്സ്, മജീഷ്യനുമാണ് വന്നിട്ടുള്ളത്. പ്രസന്റ് ലൈഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ആണ് ചാരിയറ്റ്, ക്യൂർ ഓഫ് സോർട്സ്, മജീഷ്യൻ. അപ്പോൾ ചാരിയറ്റും ക്യൂൻ ഓഫ് സോർട്സും പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് സ്വയം ഏറ്റെടുക്കാൻ വന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അതുമായിട്ട് നിങ്ങളുടെ സോള് അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് സ്വന്തം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വന്തം കൺട്രോള്, നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോള് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങളെ ഈ ഒരു ജന്മത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് വേറെ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഇത് വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യൂൻ ഓഫ് സോർട്സും അതാണ് പറയണത്. ഇത് ലോജിക്ക് വെച്ചിട്ട് നിങ്ങളെല്ലാം തീരുമാനിക്കും. ഒരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ പെട്ടെന്ന് അത് മാറ്റും. ഇത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയാൽ പറ്റൂല, ഇമോഷൻസ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റൂല. ഇത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട്, ഇത് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളാണ്, ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ആരും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആരെയും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു ജന്മത്തിൽ. വിശ്വസിക്കരുത് എന്നാണ്. പിന്നെ മജീഷ്യൻ വന്നിട്ടുള്ളത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ല ബുദ്ധിയും കഴിവും അറിവും ഒക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച് കുറേ ആൾക്കാരുമായിട്ട് ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കുകയും നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ മറന്നു പോവുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ചിന്തിക്കാനുള്ളൊരു ശേഷി, കൃത്യമായിട്ട് ചിന്തിക്കാനുള്ളൊരു ശേഷി, വരായികൾ അറിയാനുള്ളൊരു കഴിവ്. മാത്രമല്ല എത്ര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ അത്രയും പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കൂല ഈ ഒരു ജന്മത്തിൽ. അത്രയും അത് ഒരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇനി ആര് തന്നെ ആയാലും നിങ്ങളൊരു ബൗണ്ടറി വെക്കും, ഇത്രയും മതി, ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകണ്ട, അങ്ങനെ ചിന്തിക്കും. നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ജന്മത്തിൽ. ആ ഒരു കഴിവും അറിവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രോമ, ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ട്രോമ ആദ്യം കിട്ടിയിട്ടുള്ളത് മൂൺ കാർഡാണ്. 8 ഓഫ് കപ്പും 3 ഓഫ് പെൻറ്റക്കിളും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൂൺ കാർഡ് ഓവർ തിങ്കിങ്, ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു കൺഫ്യൂഷനാണ് എല്ലാ കാര്യത്തിലും. നിങ്ങൾ പറയുന്നത് ശരിയാണോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞാൻ അത്രയും ക്രൂവലായിപ്പോയോ, ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, കുറച്ചുകൂടെ സോഫ്റ്റ് ആകാമായിരുന്നല്ലോ എനിക്ക് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ എപ്പോഴും ഒരു റീസൺ ഇല്ലാതെ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും, വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഒരാവശ്യമില്ലായിരിക്കും, ഒരു കാരണവും ഇല്ലായിരിക്കും. കാരണം ഇല്ലാതെ പെട്ടെന്നൊരു
വിഷമം വരും മനസ്സിൽ. ആവശ്യമില്ലാതെ ചിന്തിച്ച് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരും. പിന്നെ ഒരു ഒന്നിനും ഒരു ഇൻസെക്യൂരിറ്റി ഫീലാണ് എപ്പോഴും. ഒരു സുരക്ഷിതത്വ ബോധം കുറവായിരിക്കും. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. പിന്നെ ഇതിൽ ഒരു 8 ഓഫ് കപ്പാണ്. എപ്പോഴും ആരും ഇല്ലാതെ എനിക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആരും ഇല്ലായിരിക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും എപ്പോഴും. ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഒന്നിനോട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇഷ്ടമില്ല. ആരും നിങ്ങൾ പുറത്ത് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നഷ്ടബോധവും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഈ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് വിട്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് വേണ്ട, ഇത് 8 ഓഫ് കപ്പാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ട, പോയി കളയാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ഇരുന്നാൽ പോലും ഇതൊന്നും ശരിയാവില്ല, മതി എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഇതുണ്ട്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ എത്ര സ്നേഹത്തിരുന്നാലും അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു തോന്നൽ വരും. എനിക്ക് അത്ര സംതൃപ്തി തോന്നണില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പിന്നെ 3 ഓഫ് പെൻഡക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പം ആളുകൾ കൂടുതൽ ഉണ്ടായാലും എല്ലാവരും നിങ്ങളുമായിട്ട് കണക്റ്റായ ആൾക്കാർ കൂടുതൽ ഉണ്ടായാലും എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇവരാരും എൻ്റെ കൂടെ ഉള്ള ആൾക്കാരല്ല, എനിക്ക് അത്രയും അങ്ങോട്ട് ഇവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നൽ വരും. ഭയങ്കര സ്നേഹത്തിലും കൂട്ടിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നി തുടങ്ങും, എന്താന്തോ ഇതൊന്നും അത്ര ഈ ഒരു കണക്ഷൻ അങ്ങോട്ട് ശരിയാവില്ലല്ലോ, എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എത്ര കണക്ഷൻ ഉണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം. ഇതാണ് നിങ്ങളുടെ പ്രസൻറ്റിൽ ട്രോമയാണത്. അപ്പോൾ ഈ ട്രോമ നിങ്ങളൊന്ന് ഹീൽ ചെയ്യണം. അതിൻ്റെ പരിഹാരം നമ്മൾ നോക്കിയതാണ് വന്നത് കിങ് ഓഫ് പെൻഡക്കിൾസും എംപററും. അപ്പോൾ ഈ 2 കാർഡുകളാണ് നമുക്ക് അതിൻ്റെ പരിഹാരമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ എംപറർ, അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം വേണം. ആരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും, ആരില്ലെങ്കിലും ഞാൻ ജീവിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. കാരണം നിങ്ങളുടെ സോള് കണക്ട് ചെയ്തതാണ് ഈ ഒരു ക്യൂൻ ഓഫ് സോഡ്സും എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ മൈൻഡായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാ എന്നുള്ളതിന് വന്നതാണിത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, ഇത് എൻ്റെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണം. പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഫിനാൻഷ്യലി ആരോടും ഒരുപാട് മറ്റൊരാൾ നമ്മളെ സഹായിക്കുന്നു, നമ്മൾ നോക്കും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകരുത്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുണ്ടാവും. അപ്പം അതിന് നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് മാറ്റി ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അത് മാത്രം മതി. അതാണ് നിങ്ങളുടെ ഓൾഡ് പാറ്റേൺ. അത് മാറ്റിക്കളഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഇത് എംപറർ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ഇത് പൊതുവേ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ചില സമയങ്ങളിലെങ്കിൽ അവരുടെ കൺട്രോൾ വിട്ടുപോകുന്നു, നമ്മൾ വീണ്ടും ഒരു ഇല്യൂഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രം മാറ്റിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു പൈല് നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല എങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈല് കൂടി ഒന്ന് കണ്ടു നോക്കുക.
താങ്ക് യു. ഹായ് എവരിവൺ, സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് ബൈലിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, ആരായിരുന്നു, എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ജന്മത്തിൽ കൂടെ കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. ഡെസേർട്ട് വാണ്ടറർ. പാസ്റ്റ് ലൈഫ് യു വാണ്ടഡ് വാസ്റ്റ് ആൻഡ് സീക്കിംഗ് ട്രൂത്ത് ഓർ സർവൈവൽ. ഇതാണ് നിങ്ങളൊരു അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം അതിനെപ്പറ്റി കൂടുതലായിട്ട്. നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ ഇതെങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ്? മൂൺ കാർഡ്, 9 of കപ്പ്, 3 of wands. ഇതിലും യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്, അങ്ങനെ നോക്കിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രോമ എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് wands, സൺ കാർഡ്, 8 of wands. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇവിടെ സൊല്യൂഷൻ നിങ്ങൾ ഇപ്പോഴത്തെ ലൈഫിൽ ആദ്യം കിട്ടിയത് ഇപ്പം നിങ്ങൾ എന്താണെന്നുള്ളതാണ്. മൂൺ കാർഡും 9 of കപ്പും 3 of wands. ഓവർ തിങ്കിങ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു ഇത് പറയുന്ന ആണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഈ ഒരാൾ ഒരിടത്ത് സെറ്റിൽ ചെയ്ത ആളല്ലെന്നാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരാളാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇതിൽ മാത്രമല്ല ഒരു സത്യാന്വേഷകൻ എന്നൊക്കെ പറയും, സത്യം അന്വേഷിക്കുന്ന ഒരാൾ. അപ്പോൾ ഇതിൽ കുറേ നിങ്ങൾ ചിലപ്പം ഈ പ്രസൻറ്റ് ലൈഫിൽ തന്നെ കുറേ രാജ്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. അപ്പം ഇതിൽ നിങ്ങൾക്കൊരു സ്ഥിരത ഇല്ലെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം നിങ്ങൾ ഒരിടത്ത് താമസിക്കാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മടുക്കും. ഇവിടെ ഇനി ശരിയാവൂലല്ലോ, ഒന്ന് മാറിപ്പോകാൻ ഉള്ളൊരു ചിന്ത. ഒരു സ്ഥലത്തായാലും ഒരു വീട്ടിലായാലും ഒരു രാജ്യത്തായാലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ. ശരിക്കും ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ, അതായത് ഡെസേർട്ട് വാണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എംപ്റ്റി ആയിട്ടുള്ള അധികം ജനവാസം ഇല്ലാത്ത സ്ഥലത്തിരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു ജന്മത്തിൽ. അപ്പം ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ സർവൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് കാണുന്നത്. ഇതിൽ ജീവിതം സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് കേട്ടോ. മറ്റു ആൾക്കാരല്ല, സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എപ്പോഴും ഒരു എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ, എൻ്റെ വഴി എന്താണ് എന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഒരിടത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നു വയ്ക്കാം. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളവിടെ മടുക്കും. ഇനി ഇവിടെ അല്ല, എനിക്ക് വേറെ എവിടെയോ ഒരു സ്ഥലത്താണ് എനിക്ക് അവിടെയാണ് എനിക്ക്. കാരണം എത്ര നല്ലൊരു പോസ്റ്റ് ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ അല്ല, വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഇനി ഞാൻ അവിടെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് എവിടെയായാലും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ചൊന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടായിരിക്കാം. ഇതിൽ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു ഇത് കാണും കേട്ടോ. എപ്പോഴും ഒരു ഹെവി ഫീല്, ഒരു ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഭയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സുകൊണ്ടൊന്ന് തളർന്നു പോയ അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇതിൽ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂൺ കാർഡ് പറയണത് ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഇമോഷൻസ് ഭയങ്കര ഹൈ ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഭയം വരാം.
രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ജീവിച്ച ആൾക്കാരാണ്. അത് ഒറ്റപ്പെട്ട സ്ഥലത്ത് കൂടെ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾ ഈ ഒരു സമയത്തും ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഭയങ്കര ഭയം വരാം. അങ്ങനെ ഇവിടെ വല്ല കുഴപ്പമുണ്ടോ, ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ പാസ്റ്റിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, ഇവിടെ പണ്ട് കൊള്ളക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ദേജാവു എന്ന് പറയുന്ന സംഭവം. ദേജാവു എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും അത്. ഇവിടെയൊക്കെ എനിക്കറിയാമല്ലോ എന്നൊരിത് തോന്നല്. ആദ്യമായിട്ട് പോണ സ്ഥലത്ത് പോലും ഇവിടെ എനിക്കറിയാം എന്നുള്ളത് തോന്നല്. ചില ആൾക്കാരെ കാണുമ്പോൾ ഇതെനിക്ക് എവിടെയോ നല്ല പരിചയമുള്ള ഒരാളാണല്ലോ എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പാസ്റ്റുമായി ബന്ധപ്പെട്ട്. കാരണം നിങ്ങൾ അത്രയും സ്ഥലങ്ങളിൽ, കൂടുതലിത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും നിങ്ങൾ പാസ്റ്റിൽ യാത്ര ചെയ്ത പല സ്ഥലങ്ങളും കാണുമ്പോൾ ഇതെനിക്കറിയാം, നിങ്ങൾ ആ ഫസ്റ്റ് ടൈം ആയിരിക്കും അവിടെ പോണത്, പക്ഷെ എന്നാലും എനിക്കിതറിയാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നും എന്നാണ് കാണുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുമെങ്കിലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പ്രശ്നം. ഇപ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തിലിരിക്കുമ്പോഴും ഒരു മൂഡ് ഓഫ് വരും. ചിലപ്പോഴും എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു നല്ല ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത്, കുറേ ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇറങ്ങി നടന്നു പോകും. വേറെ എവിടെയെങ്കിലും ഇത്രയും ആൾക്കാരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകൾക്ക് ചിലപ്പോൾ രാത്രിയൊന്നും പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. പക്ഷേ എന്നാലും തോന്നുന്നു ഇവിടെ നിന്ന് ഒന്ന് കുറച്ച് ദൂരം ഒന്ന് നടന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയെങ്കിലും, ഒറ്റയ്ക്കൊന്ന് പോയെങ്കിലും എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണുന്നത്. 3 of Wands ആണ്. ഇതിലും ഒരു യാത്രയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കടലിൽ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിൽ ബോട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്, എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ. അതാണ് പ്രസൻറ്റ് നിങ്ങളുടെ കണ്ടീഷൻ. ഇതിൽ നിങ്ങളുടെ ട്രോമ എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൺസും സണ്ണും 8 of Wands ആണ്. ഇതിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ട്രോമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഈ നൈറ്റ് ഓഫ് വാൺസും 8 of Wands തന്നെ അതൊരു ട്രാവലിൻ്റെ കാർഡാണ്. ട്രാവൽ മാത്രമല്ല ഫാസ്റ്റിൻ്റെ കാർഡാണ്. അപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് കളയും. നിങ്ങൾ ഒരുപാടൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത്. ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് നിങ്ങളാരും കൺട്രോൾ ചെയ്യണത് ആർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് ആരും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഒറ്റയ്ക്ക് ജീവിച്ച് അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറൊരാൾ വന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് വേറെ ആരെങ്കിലും ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നിങ്ങളെ അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിൽ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഫ്രീഡം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രീഡം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിൽ തൊട്ട് കളിച്ചാൽ മാത്രം നിങ്ങൾക്ക് പറ്റൂല, അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതാണ് ഈ ഒരു ലൈഫിലെ ട്രോമ. നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യാനോ മാത്രമല്ല, നിങ്ങൾക്ക് വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം, പല കാര്യങ്ങളും സ്വതന്ത്രമായി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ അതത്ര പറ്റുന്നുണ്ടാവില്ല. അത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഈ പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത്, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ ഒരു ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അത് നിങ്ങളെ ഒരു റെസ്ലെസ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റണില്ല, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ 2 കാർഡാണ് നമ്മളുടെ പരിഹാരങ്ങൾ. 3 of Swordsഉം 8 of Cupഉം. 3 of Swords എന്ന് പറയുന്നത് ഇതൊരു പാസ്റ്റ് ട്രോമയാണ് കേട്ടോ.
കർമ്മയാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർ ഹനിക്കുന്നു, നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാവധാനം സമയമെടുക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ. പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ഒരു ഷോക്കായി പോണ ഒരു എനർജിയാണിത്. 8 of Cups. പെട്ടെന്ന് ഇതെല്ലാം വിട്ടു പോകണം എന്ന് തോന്നും. എനിക്ക് ഒറ്റയ്ക്ക് മതി, ഞാൻ ഒറ്റയ്ക്ക് മതി, വേറെ ആരും വേണ്ട, ഒറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വരും. ഇത് വേണ്ട കേട്ടോ. നമ്മൾ ഈ പാസ്റ്റിലെ ഒറ്റയ്ക്ക് ജീവിച്ച കാര്യവും നിങ്ങൾ ഹീൽ ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ സുഹൃത്തുക്കളോ ആരായാലും, അപ്പം അത് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ നല്ല ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സുമായിട്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറ്റൂല, എന്നാലും അത് ഡീപ്പാക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ളവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ഉള്ള തോന്നൽ നമുക്കുണ്ടാവും. അത് വേണ്ട. ഡീപ്പായിട്ട് അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പൂർണ്ണമായി ഹീൽ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ക്ഷമ വേണം എന്നുള്ളതാണ്. ക്ഷമിക്കാൻ പറ്റൂല. കാരണം പണ്ട് ആരും നമ്മളെ കൺട്രോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ജന്മത്തിലും ആരും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് വീണ്ടും വന്നത്. 8 of Cups ആണ്. എപ്പോഴും വിട്ടു പോകണം, ഒറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. അത് ഈ ഒരു ജന്മത്തിൽ ചിലപ്പം കുറേ ആൾക്കാർക്കും ഇതിലും എല്ലാവരും ഉണ്ടെങ്കിലും അങ്ങ് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാഹചര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.